ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബജി മുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇച്ചിരി വലിയൊരു ബജി മുളകാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 4 മുളക് എടുത്തിട്ട് ഇതുപോലെ സെൻറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വകന്നിട്ട് അതിനുള്ളിലുള്ള സീഡ്സൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓരോ ബജി മുളകും 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് അത് നെടുകെ വകുന്നതിന് ശേഷം പിന്നീട് ക്രോസ് ചെയ്തൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 4 പീസ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം പുളിവെള്ളം കൂടിയാണ്. പുളിവെള്ളം എന്ന് വെച്ചാൽ നന്നായിട്ട് പുളിയുടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ തകിടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊരു സ്പൂൺ കൊണ്ട് എടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതുപോലെ നല്ല കട്ടി പേസ്റ്റാക്കി എടുക്കണം. അതായത് നല്ല വെള്ളം പോലെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. അതിൻ്റെ പേരിലാണ് ഇതുപോലെ നല്ല കട്ടി പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഓരോ മുളകിലേക്കും ഒരല്പം ഒന്ന് പൊട്ടി കൊടുക്കണം. അതൊന്ന് കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് പൊട്ടി കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ മുളകിലും നല്ലതുപോലെ ഒന്ന് പുളിവെള്ളമൊക്കെ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങും കൂടി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കണം. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പെട്ടെന്ന് ഫില്ലിങ്ങും കൂടി ചെയ്തെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ചോപ്പറിലാണ്. അപ്പോൾ ചോപ്പറിൻ്റെ റിവ്യൂ നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയേക്കണം. ഇനിയിപ്പോൾ ചോപ്പർ തന്നെ വേണമെന്നില്ല, ചെറുതായിട്ടൊരു കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ അങ്ങനെ അരിഞ്ഞെടുത്ത ഒരു സവാളയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളിയും കൂടിയാണ്. അപ്പോൾ ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു തക്കാളിയുടെ പകുതി. അപ്പോൾ ഇതും ചോപ്പറിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് വേവിച്ചെടുത്ത ഒരു ഉരുളക്കിഴങ്ങ് കൂടിയാണ്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്കറിലിട്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ശർക്കരയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ പുളിപ്പും അതുപോലെ തന്നെ ആ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വളരെ കുറച്ച് മാത്രം. ഈ സമയം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മസാലയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ പുളിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മുളകിലേക്ക് ചെറുതായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അതായത് കുറച്ച് നമ്മുടെ മിക്സ് ഒന്ന് കയ്യിലെടുക്കണം. അതിനുശേഷം ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ ഫില്ലിങ് എല്ലാം ഞാനിപ്പോൾ മുളകിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ബാറ്ററും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. സാധാരണ നമ്മുടെ ബജി ബാറ്റർ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബാറ്ററി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കടലമാവ് തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലെ കടലമാവാണ് ബൗളിലേക്ക് ചേർക്കുന്നത്. കടലമാവിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ നിറയെ നമുക്ക് അരിപ്പൊടിയും കൂടി വേണം. നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചരിപ്പൊടിയാണ്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്.
കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഈ കായപ്പൊടിയാണ് നമ്മുടെ ഈ ബജിയുടെ ബാറ്ററിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ കായപ്പൊടി ഒന്ന് ചേർത്തേക്കണം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒരല്പം മാത്രം നമുക്ക് സോഡാപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഈ സോഡാപ്പൊടി ചേർക്കുമ്പോഴാണ് നല്ലതുപോലെ ഇങ്ങനെ സ്പോഞ്ചായിട്ട് നമ്മുടെ ബജി മുളക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അത്രയും മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടത് നമ്മുടെ മാവിന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പിന്നീട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി കടലമാവ് ഇടണം. അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇരുന്നാലും നന്നായിട്ട് കട്ടിക്ക് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ഈ ബാറ്ററി ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ബജി മുളകിൽ നന്നായിട്ട് ബാറ്ററി പിടിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എങ്ങാനും വെള്ളം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം കടലമാവ് കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. വളരെ കുറച്ചായിട്ട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരാവശ്യം നമുക്ക് വരുന്നില്ല. ഈ ഒരു കട്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ബാറ്ററിന്. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് ഇതിനൊന്ന് പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ എണ്ണയൊക്കെ ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ മാവിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതുപോലെ ഇങ്ങനെ പെരുകി ഇങ്ങനെ ബോൾ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ബജി പൊരിച്ചെടുക്കാനായിട്ട്. നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ എപ്പോഴും മുളക് ബജിയൊക്കെ തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു ബജി നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ വീട്ടിൽ കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. നല്ലൊരു ചൂട് ചായ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി സ്പെഷ്യലായിട്ട് നമുക്ക് സൈഡായിട്ടൊന്നും ആവശ്യമായിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും തൊട്ട് കഴിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ടൊമാറ്റോ സോസ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ ബജി ചട്നി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബജി ചട്നിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.